പൊന്നാരഞ്ച മാണിക്കല്ലാളെ നമ്മള് ലീഗാര് കൊടുക്കണ പെര കാണാൻ വേണ്ടിയാണ്ട് ഇന്ന് വയനാട്ടിൽ വന്നിക്കണം. അപ്പൊ ഇതില് ഇഞ്ച തുണക്കാരനും ഇന്നൊരു പെര കൊടുക്കുന്നുണ്ട് കേട്ടോ, നാളെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ പെരന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ലീഗാര് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ലീഗാര് കാട്ടിക്കൂട്ടിക്കുന്നത് ഒന്ന് കാണണ്ടേ. വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അതൊന്നും നമ്മൾ മെയിൻ ചെയ്യണില്ല. എന്തായാലും ആ പെരന്റെ ഉള്ളൊന്ന് കാണാം. ചങ്ങായിമാരെ 51 പെരയാണ് ഇന്ന് കൊടുക്കുന്നത്. ഏതായാലും പെരന്റെ ഉള്ളിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളുമാണ് ഒന്നാമതില്ലത്. ഒന്ന് നോക്കാണ് നിങ്ങൾ, എന്താണ് അന്തരീക്ഷമായ സ്ഥലം. കവാടം ബാങ്ക് കയറി പോയി പൊന്നാരി ചങ്ങായിമാരെ പെര കാണണമെന്നുണ്ടെങ്കിൽ ഇജാതിക്കത്തെ പെരങ്ങൾ കണ്ടുള്ളൂ. എന്താണ് മുറ്റത്തിന്റെ സൗകര്യവും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാണ്ട്. ഓയ് എന്താ വള്ളം നിറക്കുക റഹ്മാനായിട്ടില്ല തമ്പുരാനെ, നല്ല തന്തോയാണ്. മാഷാ അല്ലാഹ്, നല്ലൊരു അടിപൊളി പെരല്ലേ കിട്ടിയത്. അതാണ്, ഇതിലും വലിയ പെരൊന്നും ഇനി കിട്ടാൻ ബാക്കില്ല എന്നാ പറഞ്ഞു. ഏതായാലും ഉള്ളുക്കൊക്കെ ഒന്ന് കയറി വെക്കാം. എന്തൊക്കെയാണ് കൊടുത്തിക്കണെന്നില്ല നമുക്കൊന്ന് കാണണമല്ലോ, തള്ളി മറിച്ചാണോ ഇല്ലെന്നൊക്കെ അറിയണം. തമ്പുരാനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ, അതാണ് ഇതാണ് സംഭവം. ഒന്ന് നോക്കാണി. യാ കുന യാ ഷെയ്ഖ് മുയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ്. എന്താണ് സെറ്റപ്പ്, പെരന്റെ ഉള്ളാണ് ഈ കാണുന്നത്. നേരെ ഇതൊരു ഹാള് കേട്ടോ. ഹാളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം കണ്ടല്ലേ, ഒരു അടിപൊളി ബെഡ്റൂം. അതേപോലെ ഇതിൽ ഒരു ബാത്റൂമും ഉണ്ട്. ഇതാക്കട്ടെ, നല്ല യൂറോപ്യൻ സ്റ്റൈലില് ഒരു അടിപൊളി ബാത്റൂം. ഈ റൂമിൽ 2 ആൾമറ ഉണ്ട്, ഒന്ന് അവിടെ ഉണ്ട്, ഒന്ന് ഇതാക്കണം വലിയൊരു ആൾമറ കേട്ടോ. നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും. എന്ത് സാധനം വെക്കാല്ലേ, നമ്മളെ 2 ആളെ ഹൈറ്റിലുള്ള ആൾമറയാണ്. ഇത് സംഭവം നോക്കാണ്, 6 ചെയറ്, വലിയൊരു ഇത്. അതേപോലെ ഇതാക്കണ് ഇവിടെ 1 2 3 നല്ല ഒരു കോർണർ സോഫ. ഓ അടിപൊളി കേട്ടോ, നല്ല സുഖിച്ചിങ്ങനെ ഇരിക്ക. വേറെ ലെവൽ തന്നെയാണ്, നല്ല അന്തരീക്ഷം വല്ലാത്ത ജാതി തന്നെയാണ്. കുറെ ആൾക്കാർ വെച്ചാൽ എന്താണ് ലീഗാർ ഇത്ര വലിയ ആന മറിച്ചിക്കണോ മല മറിച്ചിക്കണോ എന്നൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്നില്ല. ഇതാ ചങ്ങായിമാരെ, ഒരു മാസത്തെ കിറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഭക്ഷണം ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ. പിന്നെ ഇതാക്കണം ഒരു മിക്സി, റൂമുകൾക്കൊക്കെ ഫാനും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ അടിപൊളി സംഭവം തന്നെയാണ്. വീടും കാര്യങ്ങളും ഒരു റിസോർട്ട് ടൈപ്പിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ല, കിച്ചണൊക്കെ നോക്കാണി അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വലുപ്പം. അതുകൊണ്ട് ബാക്കിക്ക് നല്ല ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കാണി, ഇവിടെയൊക്കെ മതിൽ കെട്ടി നല്ല ഉസാറാക്കി. അതേപോലെ ഇതാ ഇവിടെ തിരുമ്പാങ്കല്ല് കാര്യങ്ങള് എല്ലാം. ഇവിടൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഏപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. റഹ്മാനായിട്ടില്ല തമ്പുരാനെ, ഇവിടെ ഒരു അടിപൊളി ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. എട്ടില് നല്ല ഒരു ബെഡ്, നല്ല തലക്കണിയും കാര്യങ്ങളും, നല്ലൊരു അടിപൊളി റൂം കേട്ടോ. 3 ബെഡ്റൂമാണ് ഇതിൽ വരുന്നത്. എല്ലാ സൗകര്യങ്ങളും ഞാൻ പറഞ്ഞല്ലേ. ഓർക്ക് ഇവിടെ വന്നുങ്ങാണ്ട് ഓല പഴയ സാധനങ്ങൾ വേണമെങ്കിൽ അതും വേണ്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വന്നും കിട്ടി ഇരുന്നാൽ മതി. ഫുൾ സെറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞഞ്ച ബാക്കിൽ കാണുന്ന കണ്ടില്ല നിങ്ങൾ, നല്ല അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളാണ്. ഇത് കറക്റ്റ് 8 സെന്റ് സ്ഥലം 1060 സ്ക്വയർ ഫീറ്റ് പിന്നെ വീടാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതായത് ആ പെരീക്ക് വേണ്ട സകല കുല പല്ലവി ഞാൻ പറഞ്ഞില്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പൊന്നാര ചങ്ങായിമാരെ അതിലുണ്ട് കേട്ടോ. അതാണ് സംഭവം, വേറെ ലെവലാക്കി തന്നിട്ട് വരെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനിയുണ്ട് ഒരുപാട് വേറെയും പേരെങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കാണ്, ഒക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ വള്ളത്തിന്റെ കാര്യം 2 കേറ് കുത്തിയിട്ടുണ്ട്. പിന്നെ അതാണ് 60,000 ലിറ്ററിന്റെ ഒരു ടാങ്കാണ്. ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ സംഭവം. കാരണം നമ്മളൊരു 5 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ 5 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഫില്ലാവും. കാരണം പെരക്കാർക്ക് പോയാണ്ട് മാളെ വെള്ളം കാര്യങ്ങൾ ഓഫാക്കിക്കളാന്നില്ല വർത്താനം പറയേണ്ട ആവശ്യമില്ല, സ്വയം വെള്ളം കിട്ടുന്ന അറിയും. മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിനെ കിട്ടിയിട്ടുണ്ട്, നാസർ ഖാനെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളെ ഈ പ്രളയം നടക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ടിപ്പാഞ്ഞാണ്ട് എല്ലായിടത്തും എത്താൻ കഴിഞ്ഞ ഒരു മാണിക്കക്കല്ലുംപാടെയാണ്. കണ്ടിയിൽ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ നമ്മളെ മുസ്ലിം ലീഗ് എവിടൊക്കെയാണ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത്? ഈ സൈറ്റിൽ തന്നെയാണ് 78 വീടുകൾ എടുക്കുന്നത്. അതിൽ 51 വീടുകളാണ് ഇപ്പൊ കൈമാറുന്നത്. ബാക്കി ഇതിന്റെ അപ്പുറത്തേക്കാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി 23 വീടുകൾ ഇതിന് തൊട്ടപ്പുറത്തുള്ള സൈറ്റിലാണ് പണി നടന്നത്. അതും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ എത്ര വീടാണ് കൊടുക്കുന്നത്? 105 വീടുകളാണ് പാർട്ടി കൊടുക്കുന്നത്. പാർട്ടി കൊടുക്കുന്നത് 105 വീടാണ്. അതൊക്കെയാണ് പൊന്നാര ചങ്ങായിമാരെ. എന്താണ് ഇപ്പത്? ഇതൊക്കെ വേറെ ലെവലാണ്. നമ്മൾ ഏത് ആപത്ത് സമയത്തും മണ്ടിപ്പായാല് ഇങ്ങനത്തെ കുറച്ച് മാണിക്കക്കല്ലുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബേജാറല്ലേ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതിറ്റാളെ മോറ് കാണുമ്പോൾ എല്ലാ ചെറിയും കളി ഉണ്ടല്ലോ. അതാണ് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട പറഞ്ഞാൽ ഒരു വീടാണ്. ഹാപ്പി ആണോ? സന്തോഷമാണ്, എല്ലാം കൊണ്ടും റാഹത്താണ്. അതിന്റെ ഇടയിൽ ഞാൻ കേട്ടു നിങ്ങൾക്ക് 1 മാസത്തിനുള്ള ഫുഡ് വരെ പേര് തന്നിക്കണ് പറഞ്ഞു അല്ലേ? റഹ്മാനായിട്ടില്ല തമ്പുരാനെ, അത് പോരെ നമുക്ക് വേറെ എന്താ വേണ്ടത്? പൊളിച്ചെടുക്കുന്ന ഇൻഷാ അല്ലാഹ്. അതെ അതെ, ഇവനോട് ചോദിച്ച ശരിക്കില്ല ഉംറ കഴിഞ്ഞ് വന്നാണ്ട് ഇപ്പോ നമ്മളെ വോട്ട് ചെയ്യാൻ വേണ്ടി ഓൻ ചോദിച്ച നിങ്ങളെ ശരിക്കില്ല പേരെന്താ വെച്ചാ മുഹമ്മദ് അഫ്സൽ പോൻ ചേർച്ച. സത്യടാ, ഇഞ്ച മുഹമ്മദ് അഫ്സലാണ് ഇഞ്ച പേര്.
ആശിം. പിന്നെ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞാൽ നമ്മളെ നാട്ടില് കുഞ്ഞാണി, കുഞ്ഞാപ്പൂ, ചെറിയാപ്പൂ, കുഞ്ഞിമാനെ ഇങ്ങനൊക്കെ ഓരോ ഓമന പേരുകളുണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? അതാണ് ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടോട്ടോ. കംപ്ലീറ്റ് നല്ലൊരു അടിപൊളി, ഞാൻ പറഞ്ഞ ഒരു റിസോർട്ട് സെറ്റപ്പിലാണ് ഇവർ ഒരുക്കിയിട്ടില്ല. പിന്നെ ഇതാണ് അടുത്ത വീടിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്ട് ഇതല്ലേ ജാതി മത ഭേദമില്ലാതെ ഇതിലെല്ലാവരും ഉണ്ട് ഈ ഒരു കൂട്ടത്തിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കണ്ടൊരു കാഴ്ചയാണ് പൊന്നാര മക്കളെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കൂളറ്, തണുത്ത വെള്ളം ഉണ്ടാവും, മറ്റേ ഉണ്ടാവും അല്ലേ, സാധാ വെള്ളം ഉണ്ടാവും. അപ്പൊ അത് നമ്മളെ ഈ വീടുകൾക്ക് എത്ര ഞങ്ങൾ കൊടുക്കണേ? ഇനിയും കൊടുക്കാനുള്ള എല്ലാ പരിപാടിയാണെന്നാ പറഞ്ഞത്. എന്തായാലും ഉഷാറാവട്ടെ, കണ്ടില്ല സന്തോഷം. എന്താ നിങ്ങളെ പേരെന്തേന്നു? ഞാൻ വീഡിയോ നിങ്ങൾക്ക് വല്ല കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. അല്ല ജഡ്ജുമുണ്ടത് തോള തുറക്കരുത് ഇജ്ജ്. ഒന്നും പറയല്ല പൊന്നാരഞ്ച മാണിക്കല്ലാളെ, വേറെ ലെവല് പെരാള്. എന്താണ് അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ പാവങ്ങൾക്കൊരു സന്തോഷവും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞിട്ടോ. കാരണം നഷ്ടപ്പെട്ടവർക്കൊരു പെര കിട്ടുക എന്ന് പറയണതേ വലിയൊരു ഹൈർ തന്നെയാണത്. അപ്പം ചില ആൾക്കാർ ഏതാ പാർട്ടിയാണ്, ഒരു പാർട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടല്ല. ഇച്ചൊരു പാർട്ടിയില്ല, ഓരോ ഒലക്കിയില്ല. ഞാൻ പറഞ്ഞേ നാളെ ഇനി ടൗൺഷിപ്പ് പോയാണ്ട് ഞാൻ അവിടെയും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. നല്ലത് ആര് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെയാണ്. പക്ഷേ ഈ ഒരു പേരെയും കാരണം ഒരു മാസത്തെ ഭക്ഷണവും കാര്യങ്ങളും മുസ്ലിം ലീഗ് പിന്നെ ചെയ്തല്ലോ. ഒരു മാസത്തെ ഭക്ഷണം കിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് കുടിരിക്കണിൻ്റെ തലേന്ന്. നാളെയാണ് കുടിരിക്കൽ. കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു പോയി. എന്തായാലും അത് കൊടുത്തവർക്കും അത് സഹായിച്ചവർക്കും ഒക്കെ പടച്ചോൻ അതിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വേറെ ലെവല് ഇനി ഒരു ഉഷാറായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള വിധിയും പടച്ചോൻ കൊടുക്കട്ടെ.